ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു രസകരവും അതേപോലെ തന്നെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. സൈക്കോളജി ഓഫ് മണി അഥവാ പണത്തിൻ്റെ മനഃശാസ്ത്രം. നമ്മളിൽ പലരും ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് പൈസ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ കഴിയുന്നില്ല? നമുക്ക് നല്ലൊരു സാലറി, നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ പോലും മാസാവസാനമാകുമ്പോൾ പൈസ തികയാതെ വരുന്നു, അല്ലേ? അതിൻ്റെ കാരണം എന്തോന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ വരുമാനത്തിലല്ല, മൈൻഡ് സെറ്റിലും ഹാബിറ്റിലുമാണ് കാര്യം. പണത്തോടുള്ള നമ്മുടെ സൈക്കോളജി തന്നെയാണ് ഫിനാൻഷ്യൽ ലൈഫിനെ നിയന്ത്രിക്കുന്നത്. സോ ഇൻ ദിസ് വീഡിയോ നിങ്ങളെ സാധാരണ അവസ്ഥയിൽ തന്നെ നിർത്തുന്ന 3 ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി മാറ്റാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എൻറ്റയർ ഫിനാൻഷ്യൽ ലൈഫിനെ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ സംതൃപ്തി എന്നൊക്കെ പറയാം. ഇന്ന് നമുക്ക് എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണം. ഫുഡ് ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, ഹാപ്പിനെസ്സിന് വേണ്ടി നമുക്കെല്ലാം പെട്ടെന്ന് വേഗം കിട്ടണം എന്നൊരു അവസ്ഥ. അതുപോലെയാണ് നമ്മുടെ പണം ചെലവഴിക്കുമ്പോഴും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഐഫോണിൻ്റെ പുറകെ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രം അല്ലെങ്കിൽ ഷൂസ്, ആക്സസറീസ് അങ്ങനത്തുള്ള അതിൻ്റെയൊക്കെ പുറകെ പോവുക. ഇങ്ങനത്തുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല പൈസയ്ക്ക് എക്സ്പെൻസീവ് ആവുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളത് മേടിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ മേടിക്കുന്നത് കാണുമ്പോൾ നമുക്കും അത് ബൈ ചെയ്യണം എന്നൊരു തോന്നൽ. ഷോർട്ട് ടേമിലെ ഹാപ്പിനെസ്സിന് വേണ്ടി ലോങ് ടേമിലേക്ക് നിങ്ങൾ ഒരു സ്ഥിരമായി കടത്തിലാകുന്നു എന്നതാണ്. ഇത് തന്നെയാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ പൈസ ചിലവഴിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ, ഇപ്പം എനിക്കത് ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളത് ബൈ ചെയ്യുക, ബൈ ചെയ്യാതിരിക്കുക. എനിക്കതിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ എന്താ പറയുക റിവാർഡൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തുള്ള അനാവശ്യമായ പാഴ്ചെലവുകൾ ഒഴിവാക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കളയുക. വെൽത്തി ആയിട്ടുള്ള പേഴ്സൺസ് ആരും ഇതെനിക്ക് ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്സിൻ്റെ പുറകെ പോകാറില്ല. അവർ ചില ചെറിയ ഇതെനിക്കത്തുള്ള ഹാപ്പിനെസ്സുകളൊക്കെ സാക്രിഫൈസ് ചെയ്യുകയും അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി അവർ വലിയ നേട്ടങ്ങൾ നേടുകയും ചെയ്യും. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഹാപ്പിനെസ്സും വേണ്ടാന്ന് വെച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് ആഘോഷിക്കാം, സന്തോഷിക്കാം, ഹാപ്പിനെസ്സിന് വേണ്ടി ഇപ്പോഴേ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഫ്യൂച്ചറിന് വേണ്ടി കഷ്ടപ്പെട്ട് പണമൊക്കെ സ്വരൂപിച്ച് വെക്കുന്നതിനോട് എനിക്കിപ്പം താല്പര്യമില്ല. ഫ്യൂച്ചറിലാണ് മനുഷ്യന് എന്ത് സംഭവിക്കും എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. സോ നിങ്ങളുടെ ഹാപ്പിനെസ് നോക്കുകയും വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ വെൽത്തിനെയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേണം. ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ നോളജ്, അതായത് സാമ്പത്തിക അറിവില്ലായ്മ. പലർക്കും പണം എങ്ങനെ ഉണ്ടാക്കണമെന്നറിയാം, പക്ഷേ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ആർക്കും അങ്ങനെ അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഇല്ല എന്നതാണ്. സ്കൂളിലും കോളേജിലൊന്നും പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന ശമ്പളം വാങ്ങിച്ചാലും ശരിയായി ബഡ്ജറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. പണം എങ്ങനെ വരുന്നു എന്നത് മാത്രമല്ല, എങ്ങനെ നിക്ഷേപിക്കാം, എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം എന്നതാണ് സമ്പത്തിൻ്റെ രഹസ്യം. ബഡ്ജറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഡെറ്റ് മാനേജിങ്, ഇൻഷുറൻസ്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. മണി ഈസ് നോട്ട് ജസ്റ്റ് നമ്പേഴ്സ്, ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. വെൽത്തി ആയിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടി പണം വർക്ക് ചെയ്യുകയും സാധാരണ ആളുകൾ പണത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് തമ്മിലുള്ള വ്യത്യാസവും. മൂന്നാമത്തെ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ മേക്കിംഗ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഫിയർ. മണി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ പണം നഷ്ടപ്പെടുമോ എന്ന പേടി, അതായത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കാരണം പലരും ഒന്നും ചെയ്യാറില്ല. പക്ഷേ വളർച്ച എപ്പോഴും റിസ്ക് എടുത്തവർക്കാണ് കിട്ടുന്നത്, അതും കാൽക്കുലേറ്റഡ് റിസ്ക്. പേടി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം, പക്ഷേ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയെ അത് തടയുകയും ചെയ്യും. പണമില്ലാത്തവരുടെ പേടി പണം നഷ്ടപ്പെടുമോ എന്നും, പണമുള്ളവർ പഠിക്കുന്നത് പണം എങ്ങനെ വളർത്താമെന്നുമാണ്. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ പേടി ഇല്ലാതാവുകയും ഇൻവെസ്റ്റിംഗ്, ബിസിനസ്, പുതിയ അവസരങ്ങൾ മനസ്സിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, ചേഞ്ച് യുവർ ലൈഫ്. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞ 3 ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കാം. ഇൻസ്റ്റൻറ്റ് പ്ലഷേഴ്സിൻ്റെ പുറകെ പോകാതിരിക്കുക, ഫൈനാൻഷ്യൽ നോളേജ് നേടുക, പേടി മാറ്റിവെച്ച് ബുദ്ധിപരമായി റിസ്ക് എടുക്കുക. നിങ്ങളുടെ പണത്തിൻ്റെ സൈക്കോളജി മാറ്റുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും തന്നെ മാറും.
ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഫൈനാൻഷ്യൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.